അനുമതിയില്ലാതെ പെരിയാർ കടുവ സങ്കേതത്തിൽ ഡ്രോൺ പറത്തിയതായി പരാതി. വനം വകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി വനമേഖലയുടെയും പെരിയാർ കനാലിന്റെയും ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘമാണ് ഡ്രോൺ പറത്തിയത് എന്നതാണ് പ്രാഥമിക വിവരം. ദൃശ്യങ്ങൾ പിന്നീട് തമിഴ്നാട്ടിലെ പെരിയകുളം MLAയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വീഡിയോയായി പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന ദിവസം തന്നെയാണ് ഡ്രോൺ ഉപയോഗിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതാണ് വിവരം. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. ഡ്രോൺ പറത്തിയ സംഘം ആരൊക്കെയാണെന്നും ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരം പൂവച്ചലിൽ അംഗനവാടിക്ക് ഭീഷണിയായ മരം മുറിച്ചു മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. അംഗനവാടി കെട്ടിടത്തിന് മുകളിലൂടെയാണ് മരങ്ങൾ അപകടകരമായി ചാഞ്ഞുകിടക്കുന്നത്. പലതവണ പഞ്ചായത്ത് അധികൃതർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അമലയ്ക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നതാണ് ആരോപണം. കഴിഞ്ഞ മഴയിലും ശക്തമായ കാറ്റിലും അപകടസ്ഥിതി രൂക്ഷമായതോടെ വസ്തു ഉടമയോട് മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല എന്നും സമരക്കാർ പറഞ്ഞു. 2 ദിവസത്തിനകം മരം മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മുകളിലേക്ക് ഒരുപാട് മരങ്ങൾ, ഒരു സ്വകാര്യ വ്യക്തിയുടെ മരങ്ങൾ, ആ പറമ്പിലെ മരങ്ങളെല്ലാം അപകടാവസ്ഥയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2 മാസമായി ഇതിൻ്റെ പരാതി അംഗനവാടിയിലെ ജീവനക്കാരായ ആയമാർ ഉൾപ്പെടെ പരാതി കൊടുത്തു. അവിടുത്തെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പരാതി കൊടുത്ത സാഹചര്യം. ഈ 2 മാസമായിട്ട് ഈ പരാതിയിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാത്തൊരു സമീപനം പഞ്ചായത്തിൽ നിന്ന് അവർ സ്വീകരിക്കുക. 2 ദിവസത്തിനുള്ളിൽ ആ സ്വകാര്യ വ്യക്തി ഈ മരം മുറിക്കും എന്നുള്ള ഉറപ്പ് സ്വകാര്യ വ്യക്തി തന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ ഈ വെള്ളിയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുത്ത് ഞായറാഴ്ചക്കുള്ളിൽ ഈ മരം മുറിക്കാം എന്നൊരു ഉറപ്പ്, സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഞങ്ങൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്. തിരുവനന്തപുരം കള്ളിക്കാട് കാറിടിച്ച് 69കാരൻ മരിച്ചു. കുടിയംകോണം സ്വദേശിയും മുൻ നക്സൽ നേതാവുമായ സൈനുലാബ്ദീനാണ് മരിച്ചത്. ഇന്നലെയാണ് കുറ്റിച്ചൽ ഭാഗത്തു നിന്നും കള്ളിക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് തുണിക്കച്ചവടം നടത്തുകയായിരുന്ന സൈനുലാബ്ദീനെ ഇടിച്ചത്. സമീപത്ത് തുണി നോക്കി നിന്ന വിജുകുമാറിനും വാഹനാപകടത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ പുതുക്കാട് മണലിപ്പുഴയിലെ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. അപകടം നടന്ന കടവിന് 200 മീറ്റർ മാറിയാണ് കാർ കണ്ടെത്തിയത്. എതിർവശത്തെ പുഴയോരത്ത് ചൂണ്ടിയിടാനെത്തിയവരാണ് കാർ കണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 1-നാണ് കാർ അപകടത്തിൽപ്പെട്ടത് ഒഴുകിപ്പോയത്. കാർ ഓടിച്ചിരുന്ന ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൽ പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആലുവയിൽ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൽ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം 5.5 മണിക്കൂർ തിരഞ്ഞിട്ടും കാർ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ കണ്ടെത്തിയത്. തൃശൂർ അന്തിക്കാട് കള്ളുഷാപ്പിൽ അതിക്രമിച്ചു കയറി മാനേജരെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. കിഴക്കേനട സ്വദേശികളായ അമൽ, സഹോദരൻ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. പെരിങ്ങോട്ടുകര സ്വദേശി മണിലാൽ, ദിനേശ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുവർക്കുമെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണുള്ളത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 1.34 കോടി രൂപ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ഒളിവിലായിരുന്ന പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പുതുപ്പടി കൈതപ്പോയിൽ സ്വദേശി സഫ്വാനാണ് അറസ്റ്റിലായത്.